ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ. പിന്നെ മുട്ടക്കറി ഉണ്ട്, കാരണം നിന്നുവിന് ലഞ്ച് ബോക്സിൽ പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ സ്കൂളിലേക്ക് അങ്ങനെ ബീഫ് കൊടുത്തേക്കാറില്ല. അപ്പോൾ എല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പത്തിരി എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവണതാണ്. പത്തിരി ബീഫ് കറി, പത്തിരി മീൻ കറി, പത്തിരി ചിക്കൻ കറി, പിന്നെന്താ പത്തിരി കടുക്ക, പിന്നെ പത്തിരി ചെമ്മീൻ കറി, അങ്ങനെ എല്ലാ മീൻ കറിയും എല്ലാ സാധനങ്ങളും പത്തിരിക്ക് പോവും. പിന്നെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു കാര്യം, പിന്നെ പോർക്ക് കറി, മട്ടൻ അങ്ങനത്തെ, പിന്നെ മട്ടൻ്റെ ലിവർ, ഇതൊക്കെ പത്തിരിക്ക് ഭയങ്കരമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ഏറ്റവും ടേസ്റ്റ് തലേദിവസത്തെ മീൻ കറിയും പത്തിരിയുമാണ്. പിന്നെ അതുപോലെ നെയ്യും പത്തിരി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ പത്തിരി അത്യാവശ്യം ഇങ്ങനെ പൊന്തി വരണം. പിന്നെ ചില സ്ഥലത്ത് നൈസ് പത്തിരിയാണ്. ഇവിടെ കൊച്ചിയിലൊക്കെ ഹോട്ടൽസിലൊക്കെ കിട്ടുക നൈസ് പത്തിരിയാണ്. ബാക്കി വീട്ടുകളിൽ അങ്ങനെ പത്തിരി ഉണ്ടാക്കണേ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുക ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള പത്തിരി കേട്ടോ. എനിക്ക് അതേ ഉണ്ടാക്കാൻ അറിയില്ല, നൈസ് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. ഇതിങ്ങനെ നന്നായിട്ട് പൊന്തി വരണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ ചെറിയമ്മമാരും അമ്മായിമാരൊക്കെ വീഡിയോ ഒന്ന് കാണണം, കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ട പത്തിരി ഉണ്ടാക്കുന്നത് പഠിച്ചത്. കാരണം ഒരുപാട് കാലമായിട്ട് എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണ സാധനം ഇതാണെന്നെങ്കിൽ പോലും എനിക്ക് ഉണ്ടാക്കാൻ അറിയേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചു വന്നതാണ്, കുറേ പഠിച്ച് ഇപ്പം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷിൽ പത്തിരിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ദേശീയ ഭക്ഷണം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ പത്തിരി. അപ്പോൾ എൻ്റെ ആൻറ്റിമാർ അമ്മായിമാരൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. അവരൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊരു ടേസ്റ്റാണ് അറിയാം. അവരെത്ര എത്തൂലെന്നറിയാം, എന്നാലും ഞാൻ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു സീരീസും കണ്ട് അടിപൊളി, അബ്സെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി സീരീസാണ് കേട്ടോ. അതിൻ്റെ 3rd സീസണും കൂടി ഞാൻ ഇന്നാ ഫിനിഷ് ചെയ്ത്. അപ്പം അതെല്ലാം കണ്ട് പതുക്കെ നല്ല ടേസ്റ്റോടുകൂടി ഞാൻ ഇത് കഴിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.